أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. سنفرغ لكم أيها الثقلان فبأي آلاء ربكما تكذبان يا معشر الجن والإنس إن استطعتم أن تنفذوا من أقطار السماوات والأرض فانفذوا لا تنفذون إلا بسلطان فبأي آلاء ربكما تكذبان يرسل عليكما شواظ من نار ونحاس فلا تنتصران فبأي آلاء ربكما تكذبان فإذا انشقت السماء فكانت وردة كالدهان فبأي آلاء ربكما تكذبان فيومئذ لا يسأل عن ذنبه إنس ولا جان فبأي آلاء ربكما تكذبان يعرف المجرمون بسيماهم فيؤخذ بالنواصي والأقدام فبأي آلاء ربكما تكذبان هذه جهنم التي يكذب بها المجرمون يطوفون بينها وبين حميم آن فبأي آلاء ربكما تكذبان صدق الله العظيم. ഒന്നുകൂടെ നോക്കിക്കോളൂ കേട്ടോ. سنفرغ لكم أيها الثقلان فبأي آلاء ربكما تكذبان يا معشر الجن والإنس إن استطعتم أن تنفذوا من أقطار السماوات والأرض فانفذوا لا تنفذون إلا بسلطان فبأي آلاء ربكما تكذبان يرسل عليكما شواظ من نار ونحاس فلا تنتصران فبأي آلاء ربكما تكذبان فإذا انشقت السماء فكانت وردة كالدهان فبأي آلاء ربكما تكذبان فيومئذ لا يسأل عن ذنبه إنس ولا جان فبأي آلاء ربكما تكذبان يعرف المجرمون بسيماهم فيؤخذ بالنواصي والأقدام فبأي آلاء ربكما تكذبان هذه جهنم التي يكذب بها المجرمون يطوفون بينها وبين حميم آن فبأي آلاء ربكما تكذبان سنفرغ لكم أيها الثقلان فرغ يفرغ എന്ന് പറഞ്ഞാല് ഒഴിഞ്ഞിരിക്കുക എന്നാണ്. ഫറാഗ് എന്ന് പറയും എന്തിന്? ഒഴിവ് സമയത്തിന്. ഫറാഗ് ഇടവേള, ഇന്റർവെല്. അതായത് ഒരു സംഗതിക്ക് വേണ്ടി നമ്മൾ ഒഴിഞ്ഞിരിക്കുക. അതിനാണ് എന്തു പറയാ, യഫ്റഗു എന്ന് പറയാ. ഇവിടെ അള്ളാഹു പറയാണ് സനഫ്റുഗു, നാം ഒഴിഞ്ഞു വരും, മറ്റെല്ലാ പണിയും വിട്ടിട്ട് ഒഴിഞ്ഞു വരും, ലഖും നിങ്ങൾക്കു വേണ്ടി, അയ്യുഹസ് സഖലാൻ അല്ലയോ ഭൂമിയുടെ ഭാരങ്ങളെ. സഖല് ഫമൻ സഖുലത് മവാസീനുഹു, കേട്ടല്ലേ? എന്താ? ആരുടെ തുലാസ് കനം തൂങ്ങിയോ? സഖീൽ കലിമത്താനി
അല്ലെ, ഖഫീഫത്താനി അലൽ ലിസാൻ സഖീലത്താനി ഫിൽ മീസാൻ ഹദീസിലുണ്ട്. അപ്പൊ സഖീല് സഖുല എന്നൊക്കെ പറഞ്ഞാൽ ഭാരം എന്നാണ്. ഇവിടെ കലാൻ എന്ന ആ പദത്തിൽ നിന്നാണ് അത് ഉണ്ടായത്. അല്ലയോ ഭൂമിയുടെ 2 ഭാരങ്ങളെ. എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കണ? ആരൊക്കെയാണ്? ഈ മനുഷ്യരും ജിന്നും തന്നെയാണ്. പക്ഷെ മനുഷ്യരിലും ജിന്നിലും ഒരു പ്രത്യേകതരം വിഭാഗത്തെയാണ് ഈ ഭാരമായിട്ട് പറയുന്നത്. ഭൂമിയുടെ ഭാരം. നീയൊക്കെ എന്തിനാണ് ഈ കുടുംബത്തിനൊരു ഭാരമായിട്ട് ജീവിക്കണമെന്ന് ചിലർ ചോദിക്കാറില്ലേ? അതാരോടാ ചോദിക്കാം? നല്ല മോനോടല്ലോ. പിന്നെ കുറച്ച് ധിക്കാരം കാണിക്കുന്ന ആളുകളോടാണ് അങ്ങനെ ചോദിക്കുക. എന്തിനാണ് ഇങ്ങനെ ഒരു ഭാരമായിട്ട് ഇങ്ങനെ ജീവിക്കുന്നത്? ഇത് അതേ പ്രയോഗമാണ് ഇവിടെ അള്ളാഹു പറയുന്നത്. ഭൂമിയുടെ ഭാരങ്ങളായിട്ടുള്ള മനുഷ്യരോടും ജിന്നുകളോടും അല്ല പറയണം. എന്ന് പറഞ്ഞാൽ കുറ്റവാളികളായിട്ടുള്ള, തിന്മ ചെയ്യുന്ന, നരകപ്രവേശനത്തിന് കാരണം സ്വയം തന്നെ സൃഷ്ടിച്ചിട്ടുള്ള, അള്ളാഹ് സൃഷ്ടിച്ചുകൊണ്ടല്ലോ, സ്വയം തന്നെ തിന്മ തെരഞ്ഞെടുക്കുകയും ആ വഴിയിൽ ചലിക്കുകയും ചെയ്ത ആളുകൾ, അങ്ങനെ ഭൂമിക്ക് തന്നെ ഭാരമായിട്ടുള്ള മനുഷ്യരെ, ജിന്നുകളെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒഴിഞ്ഞിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇപ്പൊ അള്ളാഹ് തിരക്കിലാണ് എന്നാണ്. ഇപ്പൊ എനിക്ക് ഇത്തിരി തിരക്കുണ്ട്, പിന്നെ ഞാൻ ഫ്രീ ആയിട്ട് വരാന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അള്ളാഹ്ക്ക് വേണമെങ്കിൽ ഇപ്പോഴും തിരക്കൊന്നും ഉണ്ടാവൂല, അല്ലെ? തിരക്കുണ്ട്. ലാ തഖുദുഹു സിനത്തും വലാ നൗം. ഒരു ഉറക്കമോ ക്ഷീണമോ മയക്കമോ ഒന്നും ബാധിക്കാതെ തന്നെ അള്ളാഹു ആകാശഭൂമികളെ ഹയ്യും ഖയ്യൂമാണ്, അല്ലെ? അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹുവൽ ഹയ്യുൽ ഖയ്യൂം. സദാ ജീവിച്ച് ഇതൊക്കെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കണം. ഓരോ മനുഷ്യന്റെ കാര്യങ്ങളും കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കണം, അല്ലെ? അല്ല, നമ്മളെല്ലാവരുടെയും, നമ്മുടെ ഓരോ ഫ്ലൈറ്റും, നമ്മുടെ ഓരോ കപ്പലും, നമ്മുടെ ഓരോ കാറും, ഈ ഭൂമിയിൽ എത്രയോ ചെടികളുണ്ട്. ആ ചെടിയിലത്തെ ഒരു ഇല പോലും അവനറിയാതെ വീഴുന്നില്ല എന്നല്ലേ പറഞ്ഞത്, അല്ലെ? ലാ തസ്ഖുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹാ ഹുവ. അവനറിയാതെ ഒരു ഇല പോലും വീഴുന്നില്ല. അങ്ങനത്തെ അള്ളാഹു പറയാണ് ഈ ഭൂമിയുടെ ഭാരമായിട്ട് ഇങ്ങനെ ജീവിതം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യരെ, ജിന്നുകളെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒഴിഞ്ഞിരിക്കുന്ന ഒരു സമയം വരാനുണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇപ്പൊ ഞാൻ നിങ്ങളുടെ കാര്യം തീരുമാനിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ നിങ്ങളാണ്ട് വിട്ടേക്കണം. ഒരു സമയം വരും, ഒരു അവധി നിങ്ങൾക്കുണ്ട്, അല്ലെ? ഒരു ടൈമുണ്ട്. നമ്മൾ ആലോചിച്ച് നോക്കി, അങ്ങനെ അല്ലായിരുന്നുവെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? നമ്മളൊക്കെ ഈ ഭൂമിയിൽ ജീവിക്കോ? ആരും ജീവിക്കൂല, അല്ലെ? കാരണം തെറ്റുകൾ നമ്മുടെ അടുത്ത് നോക്കുക സംഭവിക്കണല്ലേ. ഓരോ തെറ്റിനും അപ്പോഴേക്കപ്പോഴും പിടിച്ച് വിചാരണ ചെയ്യുക, അപ്പോഴേക്കപ്പോഴും പിടിച്ച് ശിക്ഷിക്കുക. ഇത് അള്ളാന്റെ ഒരു നടപടിക്രമമല്ല, മനസ്സിലായ? ഇപ്പൊ ഇവിടെ മുതൽ അങ്ങോട്ട് നമ്മൾ ഇന്ന് എടുത്ത 45-ാമത്തെ ആയത്ത് വരെ, സൂക്തം വരെ ഇത്തരം മനുഷ്യരെയും ജിന്നുകളെയാണ് അള്ളാഹു അഭിസംബോധന ചെയ്യുന്നത്. ഭൂമിക്ക് ഭാരമായി നാളെ പരലോകത്ത് നരകത്തിന് അർഹരായിട്ടുള്ള ആളുകളെ. ഇതിൽ വളരെ ശക്തമായ വാക്കുകളാണ് അള്ളാഹു ഉപയോഗിച്ചിട്ടുള്ളത്. ഈ 45 വരെയുള്ള ആയത്തുകളിൽ, ഇവിടെ മുതൽ ഈ 31 മുതൽ 45 വരെയുള്ള ആയത്തുകളിൽ വളരെ ശക്തമായ വാക്കുകളാണ് അള്ളാഹു ഉപയോഗിച്ചിട്ടുള്ളത്. നരകത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞ് പേടിപ്പിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ട് നമ്മളിടയ്ക്ക് പറയാറുണ്ട്, എന്തിനാണ് ഇപ്പൊ ഈ നരകമൊക്കെ ഇങ്ങനെ വല്ലാണ്ട് പറയണത്? ആളുകൾക്ക് സ്വർഗം കൊണ്ട് ഇങ്ങനെ സന്തോഷ വാർത്ത അറിയിച്ചാൽ പോരെ, അല്ലെ? സ്വർഗത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞ് പ്രചോദിപ്പിച്ചാൽ പോരെ, നരകത്തെക്കുറിച്ച് പറഞ്ഞ് പേടിപ്പിക്കണോ? ഒരർത്ഥത്തിൽ അത് വേണ്ടതില്ല. ചെറിയ കുട്ടികളെന്നും ഇപ്പൊ നമ്മൾ അങ്ങനെ നരകം എന്ന് പറഞ്ഞ് പേടിപ്പിക്കേണ്ടതില്ല. ചെറിയ കുട്ടികളെ നമ്മളിപ്പോ പലപ്പോഴും കുട്ടികൾ നിസ്കരിച്ചില്ലെങ്കിൽ മോനെ നിസ്കരിക്കണോട്ട് അല്ലെങ്കിൽ നരകത്തിൽ പോവും, അങ്ങനെ ചെറിയ കുട്ടികളൊന്നും ചെയ്യണ്ടല്ല. പക്ഷേ ഒരു ബോധവും വിവരമൊക്കെ വെച്ചു കഴിഞ്ഞാൽ നരകത്തെക്കുറിച്ച് തന്നെ പറയണം. കാരണം എന്താണെന്നറിയോ? കാരണം എന്താ? ഇപ്പൊ ക്രിസ്ത്യാനികളെ നോക്കൂ നിങ്ങള്. ക്രിസ്ത്യാനികളുടെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ അവര് നരകത്തെ സ്വർഗത്തെയൊക്കെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെ? ഗോ ടു ഹെൽ. ചെറുത് എന്തെങ്കിലും വർത്താനം പറഞ്ഞ ഗോ ടു ഹെൽ, നരകത്തിൽ പോയിക്കൊള്ളാൻ പറയും. അല്ലെങ്കിൽ ഓൾ ദ ഹെൽ ബ്രേക്ക് ലൂസ്. അവരുടെ ഭാഷയിൽ തന്നെ നരകത്തെക്കുറിച്ച് ഒരുപാട് തമാശയുള്ള പദങ്ങളും അവരുടെ കാർട്ടൂണില്, അല്ലെ, കാർട്ടൂണിൽ ചെറിയ കുട്ടികൾക്ക് വരെ നരകത്തിലെ ജീവികളുടെ ഫോട്ടോസും ഒക്കെ ഉണ്ട്. എന്തുകൊണ്ടാ? അതിപ്പോ ഒരാൾ ക്രിസ്ത്യാനി ആയാൽ, പേരുകൊണ്ട് ക്രിസ്ത്യാനി ആയാൽ, എനിക്ക് ക്രിസ്തുവിൽ വിശ്വാസം എന്ന് പറഞ്ഞാൽ നേരെ സ്വർഗത്തിലേക്കാണ്. പിന്നെ അതിനകത്ത് വേറെ വർത്താനമൊന്നുമില്ല. അതുകൊണ്ട് സ്വർഗവും അവർ വല്ലാതെ വിശദീകരിച്ചിട്ടില്ല, നരകവും വിശദീകരിച്ചിട്ടില്ല. പക്ഷെ ഖുർആന്റെ പ്രത്യേകത ഇത് രണ്ടും എന്താണ് വളരെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. എന്തിനാണെന്നറിയോ? എന്തിനാണ്? അത് അള്ളാന്റെ കാരുണ്യമാണ്.
നിങ്ങൾ ഈ ഒരു നരകം ശരിക്കും അവിടെ പോയിട്ട് ഇതിന്റെ ഭീകരത കാണുന്നതിന് മുമ്പ് ഭൂമിയിൽ വെച്ച് എന്താണ് ഇതിന്റെ ഭീകരത എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച നമ്മളോട് നമ്മുടെ സുഹൃത്ത് അല്ലയിൽ നിന്ന് പങ്കെടുത്ത ഫാറൂഖ് ചോദിച്ചല്ലോ, അല്ലെ, നരകത്തില് എല്ലാവരും നരകത്തിൽ ശാശ്വതമായിട്ട് ജീവിക്കുമെന്ന് ചോദിച്ചില്ലേ? ഇല്ല, ശാശ്വതമായിട്ട് വിശ്വാസമുള്ളവരൊന്നും ശാശ്വതമായിട്ട് ജീവിക്കില്ല. പക്ഷേ ഒരു സെക്കൻഡ് പോലും അതിനകത്തേക്ക് കടക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നരകത്തിന്റെ ചിത്രം അള്ളാഹു പറയുന്നത് ഭീകരമാണ്. നമ്മളെ കുറിച്ചുള്ള ഒരു പരാതി പതാണ് ഇസ്ലാം. വെറുതെ ഇങ്ങനെ നരകത്തെക്കുറിച്ച് ആകെ ഒരു ജീവിതമുള്ളൂ, ആകെ തുച്ഛമായ ഒരു കാലം ജീവിക്കണതിനിടയ്ക്ക് എന്തിനാണ് ഇത്ര നരകത്തെക്കുറിച്ച് പറയണം? സിമ്പിളാണ് മറുപടി. ഈ നരകം അവിടെ അള്ള ഒരുക്കി വെച്ചിട്ടുണ്ടെന്നുള്ളത് സത്യമാണ്. ഇവിടെ തെറ്റ് ചെയ്യുന്നവരെ ശിക്ഷിക്കാൻ. അതിനെക്കുറിച്ച് ഇത്ര ഭീകരമായിട്ട് അള്ളാഹു പറയുന്നതിന്റെ കാരണം അതിലൊരു നിമിഷം പോലും കിടക്കാൻ നമുക്ക് പറ്റില്ല. അതുകൊണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി നോക്കിക്കോ. ഇത് പറയാനാണ് അള്ളാഹ് ഇത് പറയണം. ഇത് ആദ്യം നമ്മുടെ മനസ്സിലുണ്ടാവണം കേട്ടാ. ഈ പരലോകത്തെക്കുറിച്ച് പറയുമ്പോൾ സ്വർഗത്തെക്കുറിച്ച് നന്നായി മനോഹരമായി വർണ്ണിച്ചിരിക്കുന്നു. എന്തിനാണത്? അത് പോകാനുള്ള ഒരു ആഗ്രഹം നമ്മുടെ മനസ്സിലുണ്ടാവണം. അവിടെ പോകുന്നതിന് മുമ്പ് തന്നെ അവിടുത്തെ അനുഗ്രഹങ്ങളെ കുറിച്ച് അറിയണം. അപ്പോഴാണ് അതിനുവേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കുള്ളൂ. ഓക്കെ, ഇത് വെച്ചിട്ട് നമ്മൾ ഈ ആയത്തുകളെ മനസ്സിലാക്കുക. ഓക്കെ, സനഫ്റുലക്കും അയ്യുഹ സഖലാൻ, അല്ലയോ ഭൂമിയുടെ 2 ഭാരങ്ങളെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒഴിഞ്ഞിരിക്കും. നിങ്ങൾക്ക് ഒരു സമയം ഞാൻ നിശ്ചയിച്ച് തന്നിട്ടുണ്ട്. ആ സമയം എത്തുമ്പോൾ ഞാൻ നിങ്ങളുടെ കാര്യം എടുക്കും. ഒരാളെ കുറിച്ചും നമ്മൾ ആലോചിക്കുമ്പോ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പൊ നമ്മുടെ ഈ ക്ലാസ്സിൽ എത്ര പേരുണ്ട്? ഇപ്പോ 11 പേരുണ്ട്. ഞാൻ ഒഴിച്ച് ബാക്കി 10 പേര്. ഒരു 5 മിനിറ്റ് വെച്ച് ഞാൻ നിങ്ങൾക്ക് ഓരോരുത്തരോടും ഒന്ന് പേഴ്സണലായിട്ട് കാര്യങ്ങൾ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ എത്ര മിനിറ്റ് വേണം? 1 മണിക്കൂർ ചുരുങ്ങിയത് ഇപ്പൊ അതിന് വേണം, അല്ലെ? 10 പേരുണ്ട്, പക്ഷെ 2 പേരൊക്കെ വെച്ചിട്ടാണ് പലയിടത്തും ഇരിക്കണം. 1.5 മണിക്കൂർ വേണം നിങ്ങളോടൊന്ന് ഒരു 5 മിനിറ്റ് ഒക്കെ സംസാരിക്കണമെങ്കിൽ. വേണ്ടേ? ഈ ആദൻ നബി മുതൽ അവസാനത്തെ മനുഷ്യന്മാരെ വരെ അള്ളാഹു അവരെ ഒഴിഞ്ഞിരുത്തി വിചാരണ ചെയ്യൂന്ന് പറയുമ്പോ എത്ര സമയം വേണ്ടി വരും എന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മുടെ കമ്പനിയുടെ സിഇഒ അല്ലെങ്കിൽ കമ്പനിയുടെ നമ്മുടെ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിലാണ് അതിന്റെ മുദീർ, എത്ര പേരെ കണ്ടിട്ടുണ്ടാവും നമ്മളില്? വളരെ അപൂർവ ആളുകളെ കണ്ടിട്ടുള്ളൂ. കണ്ടാൽ തന്നെ എത്ര മിനിറ്റ് സംസാരിക്കും നമ്മളോട്? അപ്പൊ മനുഷ്യന്മാർക്ക് ഇത്രേ പറ്റുള്ളൂ. പക്ഷെ അള്ള പറയണ്, ഞാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി കാത്തിരിക്കും. നിങ്ങളുടെ ഓരോരുത്തരെയും ഞാൻ ഒരു മിനിറ്റ് ഇട്ടാ. ഇതാണ് അള്ളാഹു മനുഷ്യർക്ക് വേണ്ടി അവരുടെ വിചാരണ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ ചോദിച്ചറിയാൻ വേണ്ടി ഓരോരുത്തർക്ക് വേണ്ടിയും കാത്തിരിക്കും എന്നാണ്, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ഒഴിഞ്ഞിരിക്കും എന്നാണ് പറയുന്നത്. ഫബിഅയ്യി ആലാഇ റബ്ബിക്കുമാ തുകദ്ദിബാൻ. പിന്നെയും മനുഷ്യരെ, ജിന്നുകളെ, നിങ്ങൾ നിങ്ങളുടെ റബ്ബിന്റെ ഏതേത് അനുഗ്രഹങ്ങളെയാണ് കളവാക്കുന്നത്? യാ മഅ്ശറൽ ജിന്നി വൽ ഇൻസ്, അല്ലയോ മനുഷ്യരുടെയും ജിന്നുകളുടെയും സമൂഹമേ. മഅ്ശർ, മഅ്ശർ എന്നുള്ള പദം മഹ്ശർ അല്ലാട്ടോ. ഇത് മഹ്ശർ ഉണ്ട്. എന്താ മഹ്ശറ? അത് ഹശറ. ഹശറ എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് കൂട്ടുക. ഇത് മഅ്ശർ എന്നാണ്. മഅ്ശർ എന്ന് പറഞ്ഞാൽ അശറ എന്നുള്ളതാണ്. അശറ എന്ന് പറഞ്ഞാൽ എത്രയാ? 10. അതായത് 10കളുടെ ഗുണിതം, 10ന്റെ ഗുണിതങ്ങളാണ് മഅ്ശർ. മനസ്സിലായോ? 10ന്റെ ഗുണിതങ്ങൾ എന്ന് പറഞ്ഞാൽ സമൂഹം എന്നർത്ഥം. നമ്മൾ പറയാറില്ലേ നൂറുകണക്കിന് ആളുകൾ. നൂറുകണക്കിന് ആളുകൾ എന്ന് പറഞ്ഞാൽ എന്താ? ആയിരക്കണക്കിന് ആളുകൾ, 10,000കണക്കിന് എന്നൊക്കെ പറയില്ലേ? അതിന്റെ ഒരു പ്രയോഗമാണ് മഅ്ശറി. അപ്പൊ യാ മഅ്ശറൽ ജിന്നി വൽ ഇൻസ്, അല്ലയോ ജിന്നുകളുടെയും മനുഷ്യരുടെയും സമൂഹമേ. ഇനിസ്തതഅതും, എന്ന് പറഞ്ഞാൽ സാധ്യമാവുക, നിങ്ങൾക്ക് സാധ്യമാകുമെങ്കിൽ. അൻ തംഫുദു, നഫദ യംഫുദു എന്ന് പറഞ്ഞാൽ പുറത്ത് കിടക്കുക. മംഫദ് എന്ന് പറഞ്ഞാല് പിന്നെ എക്സിറ്റ്, അല്ലെങ്കിൽ ബോർഡർ പോസ്റ്റ് പറയും. മംഫദ് ബോർഡർ ഇല്ലേ? ബോർഡർ. ഈ മംഫദ് ബറി ലാൻഡ് ബോർഡർ, മംഫദ് ബഹരി സീ ബോർഡർ, മംഫദ് ജവി എയർ ബോർഡർ, എയർ വഴി വരുന്നവർക്കുള്ള ബോർഡർ. അപ്പോ അതിന്റെ ക്രിയയാണ്, വെർബാണ്, ഫിഅലാണ് നഫദ യംഫുദു. നിങ്ങൾക്ക് പുറത്തു കിടക്കാൻ സാധിക്കുമെങ്കിൽ. മിൻ അഖ്താരിസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ ഭാഗങ്ങളിൽ നിന്ന്. ഖത്തർ എന്ന് പറഞ്ഞ പേരിന്റെ അർത്ഥം എന്താ?
ഒരു ഭാഗം എന്നർത്ഥം, ഒരു ഭൂവിഭാഗം. ഖത്തർ എന്ന് പറഞ്ഞാൽ അതാണ്. അതിന്റെ ജമ്മാണ് അഖ്താർ. ഇനിയിപ്പോ ആരും ഖത്തറിന്റെ പേരിന്റെ അർത്ഥം ചോദിച്ചാൽ ആർക്കും കിട്ടാതെ വരരുത് കേട്ടാ. എന്താ അർത്ഥം? ഭൂവിഭാഗം കേട്ടാ, ഖത്തർ. അത് പറയും. ഡ്രോപ്പ് ഒരു തുള്ളിക്കും പറയും ഖത്തർ. ഇവിടെ അഖ്താരി സമാവാത്തി വളർന്ന് ആകാശ ഭൂമികളുടെ ഈ ഭാഗങ്ങളിൽ നിന്ന്, ഈ അതിർത്തികളിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തു കടക്കാൻ സാധിക്കുമെങ്കിൽ ഫംഫുദു, നിങ്ങളൊന്ന് പുറത്തു കടന്നേ. ഫംഫുദു അല്ല ചോദിക്കാണ്. ലാ തംഫുദൂന, നിങ്ങൾക്ക് പുറത്തു കടക്കാനാവില്ല. ഇല്ലാ ബി സുൽത്താൻ, ഭയങ്കരമായ ശക്തി കൊണ്ടല്ലാതെ. സുൽത്താൻ എന്ന് പറഞ്ഞാൽ വേറൊരു അർത്ഥം കൊണ്ടുണ്ട്, പ്രമാണം, ഡോക്യുമെന്റുകൾ വെച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് പുറത്തു കടക്കാൻ പറ്റൂല. ഇത് ശരിക്കും അള്ളാഹ് മനുഷ്യരെ കളിയാക്കാണ് കേട്ടോ, പരിഹസിക്കാണ് നമ്മളാ. മാഷറൽ ജിൻ, യാ മാഷറൽ ജിന്നി വൽ, ഒന്ന് കേട്ടുനോക്കിയത്. യാ മാഷറൽ ജിന്നി വൽ ഇൻസ്, ജിന്നുകളുടെ മനുഷ്യരുടെ സമൂഹമേ, നിങ്ങൾക്ക് ഈ ആകാശഭൂമികളുടെ പരിധികളിൽ നിന്ന് പുറത്തു കടക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളൊന്ന് പുറത്തു കടന്നു നോക്കിയേ. നിങ്ങൾക്ക് വലിയൊരു സുൽത്താൻ ഉണ്ടാവണം, വലിയൊരു പവർ ഉണ്ടാവണം, ഒരുപാട് പ്രമാണങ്ങൾ വേണം, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പുറത്തു കടക്കാൻ പറ്റുള്ളൂ. ഇത് പണ്ട് കാലത്ത് ഇത് വ്യാഖ്യാനിച്ചത് ഈ ഭൂമിയുടെ പരിധിക്ക് പുറത്തു കിടക്കാൻ പറ്റില്ല എന്നാണ് ആളുകൾ വ്യാഖ്യാനിച്ചത്. അതുകൊണ്ട് തന്നെ ഈ ചന്ദ്രനിൽ മനുഷ്യന്മാര് 1969 ചന്ദ്രനിൽ പോയപ്പോ ചില പണ്ഡിതന്മാർ പറഞ്ഞു, ഏയ് അതൊക്കെ നുണ പറയാണ്, ചന്ദ്രനിലൊന്നും ആരും പോയിട്ടില്ല. കാരണം ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് ഇത് ഭൂമിയുടെ പരിധി വിട്ട് പുറത്തു കിടക്കാൻ പറ്റില്ല, ആകാശഭൂമിയുടെ പരിധി വിട്ട് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് ആയത്ത് പറഞ്ഞത് ഇതാണ്, എന്ത് ലാ തംഫുദൂന ഇല്ലാ ബി സുൽത്താൻ. പക്ഷെ സമാവാത്തിന്റെ അർത്ഥം അന്ന് ആളുകൾക്ക് മനസ്സിലാവാത്തോണ്ടായിരിക്കണം ഒരു പക്ഷെ. അത് ശരിക്കും സമാവ് എന്ന് പറഞ്ഞാൽ എന്താ? സമാ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സമാ എന്ന് പറഞ്ഞാല് ഏറ്റവും ചെറിയ വലഖദ് സയ്യന്ന സമാ അദ്ദുനിയാ ബി മസാബിഹ എന്ന് സൂറത്തുൽ മുൽക്കിൽ പഠിച്ചിട്ടുണ്ടാ? നമ്മൾ പഠിച്ചിട്ടുണ്ടാ സൂറത്ത്? നമ്മൾ പഠിച്ചിട്ടില്ല, നമ്മൾ പഠിക്കാം കേട്ടോ ഇൻഷാ അല്ലാഹ്. ചെറിയ ആകാശം പോലും വലിയ നക്ഷത്രങ്ങൾ കൊണ്ട് അള്ളാഹു അലങ്കരിച്ചിരിക്കുന്നതാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ ഒരു ആകാശം എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്ന എല്ലാ നക്ഷത്രങ്ങളും ഉള്ളതാണ് ഒരാകാശം. അതിന്റെ അപ്പുറത്തേക്ക് 7 ആകാശങ്ങളുണ്ട്, സബ്അ സമാവാത്ത് ഉണ്ട് അല്ലെ, സബ്അ സമാവാത്തിൻ തിബാഖ. അപ്പൊ പിന്നെ ചന്ദ്രനിൽ പോയി എന്ന് പറഞ്ഞാൽ ഈ ആയത്തിന്റെ പരിധിക്ക് പുറത്താണോ? അത് ചന്ദ്രനേക്കാളും അപ്പുറമുള്ള നക്ഷത്രങ്ങളൊക്കെ ഉൾക്കൊള്ളുന്നതാണ് ഒറ്റ ആകാശം. മനസ്സിലായോ? ഈ ഒരാകാശമല്ല, അതിന്റെ 7 ആകാശങ്ങൾക്ക് പുറത്തും നിങ്ങൾക്ക് കടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഈ ചുരുക്കി പറഞ്ഞ ഈ വാചകത്തിന്റെ അർത്ഥം എന്താ? അള്ളാഹ് മനുഷ്യരോട് പറയണേ, നിങ്ങളിപ്പോ വലിയ രാജാവായിരിക്കാം, വലിയ പ്രധാനമന്ത്രിയോ സ്വേച്ഛാധിപതിയോ ഒക്കെ ആയിരിക്കാം, നിങ്ങൾക്ക് ഒരുപാട് ശക്തിയും ജയിലും ആയുധങ്ങളും മിഗ് വിമാനങ്ങളും റാഫേലും ഒക്കെ ഉണ്ടാവാം. പക്ഷെ അന്തിമമായിട്ട് എന്റെ പിടുത്തത്തിൽ നിന്ന് നിങ്ങൾക്ക് എങ്ങോട്ടും ഓടി രക്ഷപ്പെടാനാവൂല മക്കളെ, അങ്ങനെ പോകാനാവില്ല മക്കളെ എന്നാണ് ആര് പറയുന്നത്? അള്ളാഹു മനുഷ്യരും ജിന്നുകളെയും വിളിച്ചിട്ട് പറയുന്നത്. എന്താ? പ്രത്യേകിച്ച് അന്ത്യനാളിനെ കുറിച്ചാണ് ഈ പരാമർശം. അന്ത്യനാൾ വരുമ്പോ മനുഷ്യരെവിടെയാണ് പോയി ഒളിക്കാന്ന് നോക്കി നടക്കും. എവിടെയെങ്കിലും ഒളിക്കാൻ പറ്റുമോ? ചിലരൊക്കെ, ചില ബിരുദന്മാർ എന്നാലും ഒന്ന് പോയി നോക്കും, ഒന്ന് ഒളിച്ചു നോക്കിയാലോ എന്ന് വിചാരിച്ചിട്ട് ഒന്ന് ഓടി നോക്കും. പക്ഷെ ഓടി എവിടം വരെ എത്തും? എങ്ങും എത്തൂല. ആകാശഭൂമികളുടെ പരിധിക്ക് അപ്പുറത്തേക്ക് നിങ്ങൾക്ക് പോകാനാവില്ല. ഫബിഅയ്യി ആലാഇ റബ്ബിക്കുമാ തുകദ്ദിബാൻ, നിങ്ങളുടെ റബ്ബിന്റെ ഏതേത് അനുഗ്രഹങ്ങളെയാണ് നിങ്ങൾ തള്ളിപ്പറയുന്നത്. യുർസലു അലൈക്കുമാ ശുവാലും മിന്നാരിൻ, നിങ്ങളിനി അഥവാ അങ്ങനെ ഓടിയാൽ എന്താ ചെയ്യാ? യുർസലു അലൈക്കുമാ, നിങ്ങൾക്ക് നേരെ അയക്കപ്പെടും. ഷുവാലുൻ, ഒരു ജ്വാല, ഫ്ലെയിം, മിന്നാർ, ഒരു തീജ്വാല, തീയിൽ നിന്നുള്ള ഒരു ജ്വാല നിങ്ങൾക്കെതിരെ അയക്കപ്പെടും. വ നുഹാസുൻ, നുഹാസ് എന്ന് പറഞ്ഞാൽ പുക, സ്മോക്ക്. അപ്പൊ ഇനി അഥവാ നമ്മളൊന്ന് ഓടി രക്ഷപ്പെട്ടു നോക്കാന്ന് വിചാരിച്ചാൽ ഓടിപ്പോവാൻ നിന്നാലോ? ആകാശ ലോകത്ത് നിന്ന് അള്ളാഹു തീയും പുകയും നിങ്ങളെ, എന്ന് പറഞ്ഞാല് ഇന്നിപ്പോ നമുക്കതിനെ വിശേഷിപ്പിക്കുക കോമറ്റ്സ് ഇല്ല, കോമറ്റ്സ്, ധൂമകേതു എന്നൊക്കെ പറയുന്ന സംഗതി, വാൽനക്ഷത്രം അല്ലെ, തീയിന്റെ വാൽനക്ഷത്രം ഇല്ലേ, ഇതുപോലത്തെ സംഗതികൾ നിങ്ങൾക്കെതിരെ. മെറ്റീരിയോഴ്സ് എന്ന് പറയുന്ന സാധനം കേട്ടണ്ട? ഹാലിയുടെ വാൽനക്ഷത്രം എന്ന് കേട്ടില്ലേ? ഹാലീസ് കോമറ്റ് എന്ന് കേട്ടല്ലേ? കണ്ടണ്ട?
ഭയങ്കര സ്പീഡിലാണ് സഞ്ചരിക്കുക അല്ലെ. എപ്പോഴോ കൊല്ലങ്ങൾക്ക് എത്രയോ പ്രകാശ വർഷങ്ങൾക്ക് മുമ്പ് ആകാശത്ത് പുറപ്പെട്ടത് ഭൂമിയിൽ വീഴുന്നത് കുറെ കഴിഞ്ഞിട്ടായിരിക്കും. അതൊക്കെ വീണിട്ട് പിന്നെ എന്താണ് സൈബീരിയയിലെ ഒരു മരുഭൂമിയിൽ വീണിട്ട് 200 എത്രയാണ് 200 സ്ക്വയർ കിലോമീറ്റർ ചുറ്റളവില് വലിയ ഗർത്തം ഉണ്ടായെന്നാ പറയുന്നത്. 200 സ്ക്വയർ കിലോമീറ്റർ. അപ്പൊ അത്തരം സംഗതികളൊക്കെ അള്ള അയച്ചിട്ടാണെങ്കിലും നിങ്ങളെ പിടിച്ചു നിർത്തുന്ന പറയുന്നത്. എപ്പോ? പരലോകത്ത്, അന്ത്യനാളില് നിങ്ങൾക്ക് ഓടി രക്ഷപ്പെടാനാവൂല. ഇപ്പൊ നിങ്ങൾ വിചാരിക്കണ്ടാവും കുറച്ച് ഇന്റർനെറ്റൊക്കെ കണ്ട് കുറച്ച് യുക്തിവാദികളുടെ ഒരു ജബ്ബാർ മാഷിന്റെ വീഡിയോ ഒക്കെ കാണുമ്പോൾ, ഒരു പ്രൊഫസർ രവിചന്ദ്രന്റെ വീഡിയോ ഒക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും പടച്ചോനൊന്നും ഇല്ല, അള്ളൊന്നുമില്ല, ശരിയാണ്, അള്ളാടെ മയ്യത്തൊക്കെ എന്നോ എടുത്തു കഴിഞ്ഞു എന്നൊക്കെ പറയും അല്ല. ഇതൊക്കെ പണ്ടും ആളുകൾ പറഞ്ഞിട്ടുണ്ട്. 1920കളിൽ ജോർദാനില് അന്നത്തെ മുസ്ലിം വിദ്യാർത്ഥികൾ ഒരു മയ്യത്ത് കൊണ്ടുപോയിട്ട് പറഞ്ഞത് ഞങ്ങൾ അള്ളാടെ ഖബറാണ്, അള്ളാടെ മയ്യത്താണ് കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ട് ഖബറടക്കിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ അത്തരം വലിയ സെക്യുലറിസം ഒക്കെ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇപ്പോൾ ഉള്ളതൊന്നും അതനുസരിച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ഉള്ളതൊന്നും ഒന്നുമല്ല. ഇന്നിപ്പോ ഇത്രയും മെറ്റാവേഴ്സിന്റെ കാലഘട്ടത്തിലും നമുക്ക് അള്ള ഇല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് വെറും ഒരു ദുഷിച്ച ചിന്ത മാത്രമാണ്. നിങ്ങളൊക്കെ പിടികൂടാൻ അള്ള ഒരു സ്ഥലത്ത് കാത്തിരിപ്പുണ്ട്. തൽക്കാലം നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാം എന്ന് മാത്രമാണ് അള്ള ഈ പറയേണ്ട അർത്ഥം കേട്ടാ. ഫലാ തൻതസിറാൻ, അപ്പോൾ നിങ്ങൾക്ക് അതിനെയൊന്നും അതിജയിക്കാനാവില്ല. നസറ ഇന്തസറ എന്തസിറു എന്ന് പറഞ്ഞാല് അതിജയിക്കുക, പ്രതിരോധിക്കുക എന്നൊക്കെ അർത്ഥം. അള്ളാഹു ആകാശലോകത്ത് നിന്ന് അയക്കുന്ന ഈ തീയും പുകയും ജ്വാലയും ഇതിനൊന്നും നിങ്ങൾക്ക് അതിജയിക്കാനാവില്ല. ഫബി ഐ അലാഇ റബ്ബിക്കുമാ തുകദ്ദിബാൻ, അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ റബ്ബിന്റെ ഏതേത് അനുഗ്രഹങ്ങളെയാണ് തള്ളിക്കളയുക. ഫഇദൻ ഷഖത്തിസ് സമാ, അന്ന് ആകാശം പൊട്ടിപ്പിളരും. എപ്പോഴാ? അന്ത്യനാളില്. ഫകാനത്ത്, അങ്ങനെ അതായിരിക്കും വർദ്ധത്തൻ, ഒരു റോസാപ്പൂ പോലെ, കദ്ദിഹാൻ, കുഴമ്പ് പോലുള്ള. അതായത് ആകാശം മൊത്തത്തിൽ ഇങ്ങനെ ചുവന്നിട്ട്, ശരിക്കും ദിഹാന് ചർമ്മം എന്ന് അർത്ഥമുണ്ട്. നമ്മുടെ തൊലി ഇങ്ങനെ ചുവന്നാൽ എങ്ങനെ ഉണ്ടാവും അതുപോലെ. ഒരാളെ പിച്ചി കഴിഞ്ഞിത്തിരി അല്ലെ ശരീരത്തില് പിച്ചി നമ്മളൊന്ന് നുള്ളിക്കഴിഞ്ഞാൽ അവിടെ ചുമക്കൂല, അവിടെ ചുമന്ന പാട് വരൂലേ, ഇതുപോലെ ആകാശം ചുമന്ന് ഒരു റോസാപ്പൂ പോലെ ചർമ്മത്തിൽ ഇങ്ങനെ ചർമ്മം ചുവന്നിരിക്കുന്നത് പോലത്തെ റോസാപ്പൂ പോലെ ആകാശമായി തീരും. എന്ന് പറഞ്ഞാൽ ആകാശത്തിന്റെ നിറം മാറും. ഇപ്പൊ നല്ല നീലാകാശം, നമുക്ക് കവിത എഴുതാനും പാട്ടെഴുതാനൊക്കെ നല്ല രസമുണ്ട് അല്ലെ. ആകാശത്ത് ഇങ്ങനെ നോക്കിയിട്ട് രാത്രി നോക്കിയിട്ടൊക്കെ പാട്ടൊക്കെ എഴുതാം. പക്ഷെ അന്ത്യനാളിൽ അങ്ങനത്തെ പാട്ടൊന്നും വരൂല. മറിച്ച് അത് ഭയങ്കര ചുവന്ന് തുടുത്താണ് ഇരിക്കുക ആകാശം. ഫബി ഐ അലാഇ റബ്ബിക്കുമാ തുകദ്ദിബാൻ, നിങ്ങളുടെ റബ്ബിന്റെ ഏതേത് അനുഗ്രഹങ്ങളെയാണ് നിങ്ങൾ നിഷേധിക്കുന്നത്. ഫയൗമ ഇദിൻ, അന്നേ ദിവസം, ലാ യുസ്അലു അൻ ദംബിഹി, ഒരു പാപത്തെക്കുറിച്ചും ചോദ്യം ചെയ്യപ്പെടുകയില്ല. ഇൻസും വലാ ജാൻ, ഒരു മനുഷ്യനും ഒരു ജിന്നും അവന്റെ പാപത്തെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടൂല. എന്താ പോയി പറഞ്ഞ? നിങ്ങൾ കേട്ടത് ശരിയാ? ഫയൗമ ഇതിൻ, കേട്ടങ്ങള് ശരിക്കും കേട്ടാ? ഈ പറഞ്ഞതിലെന്ത് തെറ്റുണ്ടാ? ഫയൗമ ഇതിൻ, അന്നേ ദിവസം, ലാ യുസ്അലു, ചോദിക്കപ്പെടുകയില്ല, അൻ ദംബിഹി, തന്റെ പാപത്തെക്കുറിച്ച്, ഇൻസുൻ വലാ ജാൻ, ഒരു മനുഷ്യനും ഒരു ജിന്നും അവന്റെ പാപത്തെക്കുറിച്ച് ചോദിക്കപ്പെടുകയില്ല. എന്താ പോയി പറഞ്ഞ? നമ്മൾ കേട്ടേക്കണം എന്താ? അല്ലല്ലല്ല, അതിങ്ങനെ സീക്വൻസ് ആയിട്ട് വരല്ലേ. അന്ത്യനാള് കഴിഞ്ഞു, പിന്നെ തുടക്കം വിചാരണയുടെ നാളാണ്. ഇവിടെ പറഞ്ഞത് ആരോടും ചോദിക്കേണ്ട ആവശ്യമില്ല അല്ലേ? ഒക്കെ കണക്കുണ്ട്, വളരെ കൃത്യമായ രേഖയുണ്ട്. ഒരു രേഖയും നിങ്ങളോടൊന്നും ചോദിക്കേണ്ട ആവശ്യം തന്നെ ഇല്ല എന്നാണല്ല പറയുന്നത്. ചോദ്യമുണ്ട്, ഉത്തരവുണ്ട്, പക്ഷേ ചോദിക്കേണ്ട ആവശ്യം തന്നെ ഇല്ലാത്ത വണ്ണമുള്ള ചോദ്യമാണ് അന്നത്തത്. ഇന്നിപ്പോ പോലീസുകാര് ഒരു കള്ളനെ പിടിച്ചാല് കുറ്റം സമ്മതിപ്പിക്കാൻ എത്ര ചോദ്യം ചെയ്യണം അല്ലെ? എന്നാലും അവർ പറയൂല. ദൃശ്യം സിനിമയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മള് അന്തം വിട്ടു പോകും. ഇപ്പം മറ്റേ ഇവിടെ പോയത് അല്ലെ, ധ്യാനത്തിന് പോയത്,
പിന്നെ അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കെട്ടിച്ചമച്ചിട്ടൊക്കെയാണ് ആ കുറ്റം ചോദ്യം ചെയ്യലിൽ നിന്ന് രക്ഷപ്പെടുന്നത് അല്ലെ. നിങ്ങൾ ഇതിന്റെ സിനിമയൊന്നും കാണാത്തോണ്ടാന്ന് അറിഞ്ഞുകൂടായിരിക്കും അല്ലെ. എങ്ങനെ രണ്ടും കണ്ടിട്ടുണ്ടാ? അപ്പൊ നിങ്ങൾ നല്ല മനുഷ്യരാണ്, സിനിമ കാണുന്ന മനുഷ്യരാണ്, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോ ചോദ്യം ചെയ്തതിന് രക്ഷപ്പെടാൻ വേണ്ടി എന്തൊക്കെ പണിയെടുക്കണം. പോലീസ് സ്റ്റേഷന്റെ അകത്ത് കൊണ്ടുപോയിട്ട് മറ്റത് കുഴിച്ചിട്ടതുകൊണ്ട് അവൻ രക്ഷപ്പെട്ടു. പക്ഷെ പരലോകത്ത് അങ്ങനെ എവിടെ മറച്ചു വെച്ചാലും എവിടെ കൊണ്ടുപോയി അല്ലെ. നിങ്ങള് യാ ബുനയ്യ ഇന്നഹാ ഇൻ തകു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ ഫതകും ഫിസ് സമാവാതി ഔ ഫിൽ അർളി യഅതി ബിഹല്ലാഹ്. മോനെ, ലുക്മാൻ തന്റെ മോനോട് പറഞ്ഞു കൊടുക്കണം, മോനെ നീ ചെയ്യുന്ന പണി ചെറിയ കാര്യം, വളരെ ചെറിയൊരു കാര്യം, വളരെ ചെറിയൊരു നോണ, വളരെ ചെറിയൊരു നിസ്സാരമായ നോണ, അതൊരു പാറക്കെട്ടിന്റെ ഉള്ളിൽ വെച്ച്, ഒരാകാശത്തിന്റെ വിഹായസിൽ വെച്ച്, അല്ലെങ്കിൽ ഒരു സമുദ്രത്തിന്റെ അടിത്തട്ടിൽ വെച്ച് ചെയ്താലും യഅതി ബിഹല്ലാഹ്, അല്ലാഹ് അത് കൊണ്ടുവരും, ആ സ്ഥലത്തിന് ഇങ്ങോട്ട് കൊണ്ടുവരും അല്ലെ. മൻ ഗല്ല യഅതി ബിമാ ഗല്ല യൗമൽ ഖിയാമ. ആരെങ്കിലും വഞ്ചിച്ച് ഒരുത്തന്റെ ഒരു 5 പൈസ നമ്മൾ തട്ടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ആ തട്ടിച്ചെടുത്ത പൈസ വന്നിട്ട് സംസാരിക്കും, 500ന്റെ നോട്ട് സംസാരിക്കും. അന്നാണ് ഗാന്ധിജി സംസാരിക്കണം, നോട്ടിലുള്ള ഗാന്ധിജി സംസാരിക്കും അല്ലെ. ഇതാണ് കൈക്കൂലി വാങ്ങിച്ചത്, ഇതാണ് അഴിമതി നടത്തിയത്. ഈ പൈസ അല്ലെങ്കിൽ ഭൂമി അല്ലെ, അതിർത്തി മാറ്റിയിട്ടുണ്ടെങ്കിൽ ആ ഭൂമി പറയും എന്റെ അതിർത്തി ഇപ്പുറത്തായിരുന്നു, ഇവൻ അപ്പുറത്തേക്ക് ഇട്ടു, ഇവൻ കട്ടെടുത്തതാണ് ഈ സ്വത്ത്. ഇതൊക്കെ അള്ളാഹുവിന് ആരോടും ഒന്നും ചോദിക്കേണ്ട ആവശ്യം വരില്ല. അതാണ് ഇപ്പൊ ഈ പറഞ്ഞതിന്റെ അർത്ഥം. ഫയൗമ ഇതിൻ ലാ യുസ്അലു അൻ ദംബിഹി ഇൻസും വലാ ജാൻ. ജിന്നുകളോ മനുഷ്യരോ അവരുടെ പാപത്തെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുകയില്ല. ഫബി അയ്യി ആലാഇ റബ്ബിക്കുമാ തുകദ്ദിബാൻ. ഏതേത് അനുഗ്രഹങ്ങളെയാണ് നിങ്ങൾ തള്ളിക്കളയുന്നത്. യുഅറഫുൽ മുജ്രിമൂന. കുറ്റവാളികൾ അന്ന് അറിയപ്പെടും. ബിസീമാഹും. സീമാഹും എന്ന് പറഞ്ഞാൽ അവരുടെ അടയാളം കൊണ്ട്. അതായത് കുറ്റവാളിനെ അള്ളാഹുവിനെ അങ്ങനെ വേർതിരിക്കൊന്നും വേണ്ട. പിന്നെയോ ഒരാള് തലതാത്തി ആരൊക്കെ നിൽക്കണുണ്ടോ, പുറത്തേക്ക് ഇങ്ങനെ കൈകെട്ടി ആരൊക്കെ നിൽക്കണുണ്ടോ, അവരൊക്കെ എന്തായിരിക്കും? കുറ്റവാളികൾ. കാരണം പരലോകത്ത് എത്തുമ്പോ എല്ലാവർക്കും മനസ്സിലാവും. വലിയ വലിയ മഹാന്മാരൊക്കെ ഇങ്ങനെ കൈയും കെട്ടി നിൽപ്പുണ്ടാവും. കാരണം എന്താ, ഈ ഭൂമിയിൽ വെച്ച് ഞങ്ങൾ കളവാക്കിയവരാണ്, ഇപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായി. അതേസമയം സത്യവിശ്വാസികൾക്ക് ഒരു പേടി ഉണ്ടാവില്ല. കാരണം എന്താ, പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ചെയ്തേക്കണ ഈ ലോകത്തുനിന്ന് മനസ്സിലാക്കാനുള്ള വഴിയുണ്ട്. നമുക്ക് തന്നെ ചോദിച്ചാൽ മതിയല്ലോ. നമ്മൾ രാത്രി കിടക്കാൻ നേരത്ത് ചോദിച്ചു നോക്കിയേ ഇന്ന് എന്തൊക്കെയാ ചെയ്തതെന്ന്. അതെന്നെ വഴി. എല്ലാ ദിവസവും നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അതാണ്. അതായത് ഉമർ ഇബ്നുൽ അബ്ദുൽ അസീസ് അദ്ദേഹമാണ് പറഞ്ഞത്, ഹാസിബു ഖബ്ല അൻ തുഹാസബു, സിനു അഅമാലക്കും ഖബ്ല അൻ തൂസന അലൈക്കും. നിങ്ങളെ അള്ളാഹു വിചാരണ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ തന്നെ വിചാരണ ചെയ്യുക. സിനു അഅമാലക്കും, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ നിങ്ങൾ തൂക്കി നോക്കുക. ഖബ്ല അൻ തൂസന അലൈക്കും, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ അള്ളാഹു തൂക്കി നോക്കുന്നതിന് മുമ്പ് നിങ്ങൾ തന്നെ തൂക്കി നോക്കുക. ഇത് അള്ളാഹ് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അല്ല, ഇത് പിന്നെ ഉമർ ബിൻ ഖത്താബ് അള്ളാഹു പറഞ്ഞാണ്. ഉമർ ബിൻ അബ്ദുൽ അസീസ് അല്ല, ഉമർ ബിൻ ഖത്താബ് എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ അറിയാൻ പറ്റും. ഇപ്പോ മരിക്കുമ്പോ തന്നെ നമുക്ക് അറിയൂലേ നമ്മൾ എങ്ങോട്ടാണെന്നുള്ളത്, അറിയും. അപ്പൊ പിന്നെ പരലോകത്ത് ഉയർത്തെഴുന്നേൽപ്പിക്കുമ്പോൾ അവരെന്തായാലും അറിയും. പക്ഷെ അതിനിടയിൽ കുറച്ച് മനുഷ്യരുണ്ടാവും, നന്മകളും തിന്മകളൊക്കെ തുല്യമായിട്ടുള്ള ആളുകൾ. അവർക്ക് ചിലപ്പോ ബേജാറുണ്ടാവും, പക്ഷെ പ്രതീക്ഷ ഉണ്ടാവും. ബേജാറിന്റെയും പ്രതീക്ഷയുടെയും ഇടയിലായിരിക്കും. ഖൗഫൻ വ തമഅൻ എന്ന് പറഞ്ഞ അവരെ കുറിച്ചാണ്. അതേസമയം നല്ല സത്യവിശ്വാസികൾക്ക് ഉറച്ച ബോധ്യം ഉണ്ടാവും സ്വർഗത്തിലേക്കാണ്. വലിയ കുറ്റവാളികൾക്ക് ഉറച്ച ബോധ്യം ഉണ്ടാവും നരകത്തിലേക്കാണ്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് യുറഫുൽ മുജ്രിമൂന ബിസീമാഹും. കുറ്റവാളികൾ അവരുടെ അടയാളങ്ങൾ കൊണ്ട് അറിയപ്പെടും. ഫയൂഖദു, അപ്പോൾ അവർ പിടിക്കപ്പെടും. ബിൻ നവാസി, നാസിയത്ത്, നാസിയത്തിൻ കാദിബത്തിൻ ഖാത്തിയ, കേട്ടല്ലേ? കുടുമ, മൂർധാവ്. ഈ ഭാഗത്തിനാണ് എന്ത് പറയാ, മൂർധാവ് എന്ന് പറയാം. നമ്മുടെ ഈ നെറ്റിത്തടം മുടിയായിട്ട് ചേരുന്ന ഭാഗം.
അവിടെ ആ മുടിയുടെ ചേർത്ത് പിടിക്കും. വല്ല അഖദാം, അഖദാം എന്ന് പറഞ്ഞാൽ കദമ് ജമ അഖദാം, പാദങ്ങളും ഈ മൂർധാവും കൂടി ചേർത്ത് അവരെ പിടിക്കപ്പെടും. അങ്ങനെ അങ്ങോട്ട് പിടിക്കുമ്പോൾ നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പറ്റില്ല എന്തായിരിക്കും ആ പിടിക്കണത്, എന്തിനായിരിക്കും ആ പിടിക്കണത്. പണ്ട് കാലത്ത് അറബികള് ഈ ആടിനെ ഒട്ടകത്തിനൊക്കെ വേവിച്ചിരുന്നത് എങ്ങനെയാ? നമ്മളെപ്പോലെ ഇന്നത്തെ പോലെ കഷ്ണാക്കിയിട്ട് ബിരിയാണി ഉണ്ടാക്കില്ല, മജ്ബൂസും മന്തിയൊന്നും അന്നില്ല. അന്ന് ആകെപ്പാടെ അവർക്ക് ഒറ്റ കുക്കിംഗ് അറിയുള്ളൂ. എന്താ, ഒട്ടകത്തിനൊക്കെ ഇതുപോലെ മൂർധാവിലും കാലിലും പിടിച്ചിട്ട് കെട്ടിത്തൂക്കിയിടുക, എന്നിട്ട് താഴെന്ന് തീ കൊടുക്കുക, അല്ലെ? ഈ ഒരു അവസ്ഥയാണ് ഈ പറയുന്ന ബാർബക്യൂ. നിങ്ങളെ ബാർബക്യൂ ചെയ്യുന്ന പറയണ ആരോട്? കുറ്റവാളികളെ ബാർബക്യൂ ചെയ്യുന്നാണ് പറയുന്നത്, അല്ലെ? അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, നരകത്തെ കുറിച്ചുള്ള ഈ ഭീകരമായ ഒരു ചിത്രം അള്ളാഹു കൊടുക്കുന്നത് എന്തിനാ? അതിൽ നിന്ന് നമ്മൾ രക്ഷ തേടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അല്ലാതെ പേടിപ്പിച്ച് അനുസരിപ്പിക്കുക എന്നുള്ളത് അള്ളാഹുവിന്റെ രീതിയല്ല. ഒമൻ ഷാ ഫൽ യുമിൻ വമൻ ഷാ ഫൽ യക്ഫുർ. നിങ്ങൾക്ക് വേണമെങ്കിൽ വിശ്വസിച്ചോ, വേണമെങ്കിൽ അവിശ്വസിച്ചോ എന്നാണ് അള്ളാഹിന്റെ കൽപ്പന. ഓക്കെ. ഫബിഅയ്യി ആലാഇ റബ്ബിക്കുമാ തുകദിബാൻ. ഹാദിഹി ജഹന്നമുല്ലത്തി, ഇതാണ് ആ നരകം. അല്ലത്തി യുകദ്ദിബു ബിഹൽ മുജ്രിമൂൻ, കുറ്റവാളികൾ കളവാക്കിക്കൊണ്ടിരുന്ന, തള്ളിപ്പറഞ്ഞുകൊണ്ടിരുന്ന ആ നരകമാണ് ഇത് എന്ന് അവരോട് പറയപ്പെടും. കാണുമ്പോൾ മാത്രമേ അവർക്ക് അത് വിശ്വാസം വരുള്ളൂ. മനസ്സിലാക്കി നോക്കിയാ ശരിക്കും വളരെ വ്യക്തമായി ഖുർആനിൽ ഇത് ഈ രംഗങ്ങള് അതേപോലെ അള്ളാഹു പറയാണ്. പക്ഷെ എന്നിട്ടും കളവാക്കിയ മനുഷ്യരെ കുറിച്ച് എന്താ പറയാ? അവരെ കുറിച്ച് അവര് മുജ്രിമുകൾ തന്നെയല്ലേ, കുറ്റവാളികൾ തന്നെയല്ലേ. അതാണ് മുജ്രിമൂൻ എന്നാണ് പറഞ്ഞത്, അല്ലെ? കുറ്റവാളികൾ. യതൂഫൂന ബൈനഹ, അവർ ആ നരകത്തിന്റെയും ബൈന ഹമീമിൻ ആൻ, തിളച്ചുകൊള്ളുന്ന ചൂടുവെള്ളത്തിനുമിടയിൽ ഇങ്ങനെ തവാഫ് ചെയ്തുകൊണ്ടിരിക്കും. യതൂഫു, തവാഫ് എന്താ? ചുറ്റിക്കൊണ്ടിരിക്കുക. അതായത് നരകത്തില് തീ കാണുമ്പോൾ അവർ വിചാരിക്കും ഇപ്പുറത്തേക്കൊന്ന് പോയി നോക്കാം. അങ്ങനെ കുറച്ച് അപ്പുറത്ത് വെള്ളം കാണും. ആ വെള്ളത്തിനടുത്ത് പോകുമ്പോൾ ആ വെള്ളത്തിന്റെ അവസ്ഥ എന്താ? അതിങ്ങനെ തിളച്ചിട്ട് അതിൽ നിന്ന് കുമിളകൾ ഇങ്ങനെ ഉണ്ടായി പൊട്ടിക്കൊണ്ടിരിക്കണം. അതാണ് ഹമീമിൻ ആൻ എന്ന് പറഞ്ഞ അങ്ങനത്തെ വെള്ളമാണ്. അതാണ് കുടിക്കാൻ കിട്ടുക. അത് കുടിച്ചാൽ എന്താ അവസ്ഥ? ഒരിക്കലും ദാഹം കെടൂല എന്ന് മാത്രമല്ല, കുടിക്കുമ്പോ ആ തൊണ്ട മുഴുവൻ ഇങ്ങനെ കത്തിയിട്ട് അതിന്റെ ഉള്ളിൽ നിന്ന് അതിങ്ങോട്ട് പിന്നെ പുറത്തേക്ക് പോരും. വയന്റെ അകത്തേക്ക് ഇറങ്ങൂല, ഒഴിക്കുന്ന ഭാഗം തന്നെ പൊള്ളി അത് പുറത്തേക്ക് പോരുന്ന അങ്ങനത്തെ വെള്ളം. ഈ വെള്ളത്തിന്റെയും ഈ നരകത്തിന്റെയും ഇടയിൽ അവരിങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. എന്താണൊരു രക്ഷ, എന്താണൊരു സമാധാനം. കുറെ സ്വർഗവാസികളെ വിളിച്ചു നോക്കും, നിങ്ങൾ കുറച്ച് വെള്ളം ഞങ്ങൾക്ക് താ, ഞങ്ങളും നിങ്ങളുടെ ഒക്കെ ഒപ്പം ഭൂമിയിൽ ഉണ്ടായിരുന്നല്ലേ. കാരണം ഇവരെ വളരെ ഭീകരമായിട്ട് ഇത് ചിത്രീകരിക്കുന്ന ഒരു രംഗമുണ്ട് സൂറത്തുൽ ഹദീദിൽ. ഇങ്ങനെ ആളുകൾ ഇങ്ങനെ ഒന്നിച്ചു പോകും, അല്ലെ? മഹ്ശറിൽ ഇങ്ങനെ ഒന്നിച്ചു പോകുമ്പോ സത്യവിശ്വാസികൾ അങ്ങോട്ട് കടന്നു പോകും. കുറ്റവാളികളുടെ അടുത്തെത്തുമ്പോ ദുരിബ ബൈനഹും ബിബാബ്, ഒരു വാതിൽ വന്ന് അങ്ങോട്ട് അടയും, ഒരു മതില് വന്നിട്ട് അങ്ങോട്ട് അടയും. അപ്പോഴാണ് അവർക്ക് ബോധ്യപ്പെടാത്ത ഞങ്ങൾ പെട്ടുപോയിരിക്കുന്നു, ഒരു ഇരുട്ടറയിലേക്ക് പെട്ടുപോയിരിക്കുന്നു. ഇതാണ് നരകം, അപ്പുറത്ത് സ്വർഗം. ഞങ്ങളെ കൊണ്ടോ അലം നക്കും മാക്കും, ഞങ്ങളും നിങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്നല്ലേ. അപ്പൊ അവര് പറഞ്ഞു കാലു ബല, അതെ നിങ്ങൾ ഞങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്നു, പക്ഷെ ഫലാക്കിൻ തറബസ്തും, നിങ്ങൾ ബൽ തറബസ്തും, നിങ്ങൾ കാത്തിരുന്നു. നിങ്ങൾ വിചാരിച്ച് നാളെ നന്നാവാം, അടുത്ത റമദാൻ വരട്ടെ എന്നിട്ട് നന്നാവാം, ഒരു ഹജ്ജ് ചെയ്യട്ടെ എന്നിട്ട് നന്നാവാം, അല്ലെങ്കിൽ ഒരു 60 വയസ്സാവട്ടെ എന്നിട്ട് നന്നാവാം, റിട്ടയർ ആവട്ടെ എന്നിട്ട് നന്നാവാം, മോളുടെ കല്യാണം കഴിയട്ടെ എന്നിട്ട് നന്നാവാം എന്നൊക്കെ വിചാരിച്ചിരുന്നു. തറബസ്തും, അങ്ങനെ കാത്തിരിക്കാനുള്ളതല്ല ഇത്. ഇതിപ്പോ ഈ നിമിഷം, അടുത്ത നിമിഷം നന്നാവേണ്ട ഒരു സംഗതിക്ക് അടുത്ത നിമിഷം തന്നെ നമ്മൾ എന്ത് ചെയ്യണം? നന്നാവണം. അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കണം. അതാണ്. അപ്പോഴാണ് എന്താ പറയാ, ഈ നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാം. ഇനി ഇത് ഫബിഅയ്യി ആലാഇ റബ്ബിക്കുമാ തുകദ്ദിബാൻ, ഏതേത് അനുഗ്രഹങ്ങളെയാണ് നിങ്ങൾ തള്ളിപ്പറയുന്നത്. ഇനി ഇതിന് ശേഷം സ്വർഗത്തെക്കുറിച്ചുള്ള, സ്വർഗത്തിന്റെ 2 ഗ്രേഡിനെ കുറിച്ചുള്ള വിശദീകരണമുണ്ട്. അതാണ് കൂടുതൽ അള്ളാഹു പറയുന്നത്. അപ്പോഴും അള്ളാഹുവിന്റെ കാരുണ്യമാണ് കാണിക്കുന്നത്. നരകം ഇങ്ങനെ ഒരു ഭീകരമായിട്ട് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ അതിന്റെ ലക്ഷ്യം നിങ്ങളെ പേടിപ്പിക്കലല്ല, മറിച്ച് ആ പേടിയിലൂടെ നിങ്ങൾ അതിനെ കാത്ത് രക്ഷണം, അതിൽ നിന്ന് രക്ഷ കിട്ടണം നിങ്ങൾക്ക്. അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിൻ അദാബിൽ ഖബ്രി
വമിൻ അദാബിൻ നാർ, നരകശിക്ഷയിൽ നിന്നും ഖബറിലെ ശിക്ഷയിൽ നിന്നും ഞങ്ങൾ രക്ഷ ചോദിക്കുന്നു എന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടില്ലേ നമ്മളോട്? ഒമിൻ, നമ്മള് തഹിയാത്തില് അതാണല്ലോ ചെയ്യുന്നത് അല്ലെ? ഒമിൻ അദാബിൽ ഖബരി ഒമിൻ അദാബിൻ നാർ ഒമിൻ ഫിത്നത്തിൽ മഹ്യാ ഒമിൻ ഫിത്നത്തിൽ മമാത്ത് ഒമിൻ ഫിത്നത്തിൽ മസീഹ് ദജ്ജാൽ, ഇതൊക്കെ നമ്മൾ പ്രാർത്ഥിക്കണല്ലേ? അപ്പൊ ഈ ഒരു അവസ്ഥയെക്കുറിച്ച് സൂറത്ത് റഹ്മാൻ, ഈ പരമകാരുണികന്റെ പേരുള്ള സൂറത്തിൽ തന്നെ നരകത്തെക്കുറിച്ച് ഇത്ര ഭീകരമായൊരു ചിത്രം വരുമ്പോൾ നമ്മൾ പേടിക്കണ്ട. പേടിപ്പിക്കാനല്ല അള്ളാഹു ഇത് പറയുന്നത്, മറിച്ച് അവന്റെ കാരുണ്യം കൊണ്ടാണ് ഇത് പറയുന്നത്. അവന്റെ കാരുണ്യമാണ് നമ്മളോട് ഇതിനെക്കുറിച്ച് ഇത്ര വിശദമായി നമുക്ക് പറഞ്ഞു തരുന്ന അവന്റെ കാരുണ്യമാണ് നമ്മൾ മനസ്സിലാക്കുക കേട്ടോ. എന്നിട്ട് ആ നരകത്തിൽ നിന്ന് രക്ഷ തേടാനുള്ള വഴികൾ നമ്മൾ നോക്കാം. അള്ളാഹു സുബ്ഹാനഹു തആല അതിന് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പറയുന്ന ഭീകരമായ നരകത്തിൽ ഒരു നിമിഷം പോലും നമുക്ക് ആർക്കും കിടക്കാനുള്ള ഒരു അവസരം അള്ളാഹു ഒരിക്കലും ഉണ്ടാക്കാതിരിക്കുമാറാകട്ടെ. നമ്മെയും നമ്മുടെ കുടുംബാംഗങ്ങളെയും മക്കളെയും മാതാപിതാക്കളെയും അടുത്ത ബന്ധുക്കളെയും ഒക്കെ അള്ളാഹു ഈ നരകശിക്ഷയിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. അവന്റെ വിശാലമായ സ്വർഗത്തിൽ അവൻ നമ്മെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. പരിശുദ്ധ ഖുർആന്റെ ആളുകളാക്കി അത് മനസ്സിലാക്കുന്ന, അത് കാണാതെ പഠിക്കുന്ന, അതിന്റെ അർത്ഥം മനസ്സിലാക്കുന്ന, സർവോപരി അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.